വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. വിജയേട്ടാ, ബലൂചിസ്ഥാൻ എന്നൊരു വലിയ വാർത്ത വരുന്നുണ്ട്. ഇത് എങ്ങനെ സാധിച്ചു എന്ന് എനിക്കറിയില്ല. വിജയേട്ടൻ പറഞ്ഞു തരണം. കാരണം ഈ BLA ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പുതിയൊരു നാവികസേന രൂപീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് റിപ്പോർട്ട്. ഇവരെങ്ങനെയാണ് ഈ നാവികസേന രൂപീകരിച്ചത് എന്നുള്ളത് വ്യക്തമല്ല. ഏതെങ്കിലും രാജ്യത്തിന്റെ സഹായമില്ലാതെ ഇവർക്ക് നാവികസേന രൂപീകരിക്കാൻ കഴിയും എന്നും ഞാൻ വിചാരിക്കുന്നില്ല. നാവികസേന രൂപീകരിക്കുന്നത് പോട്ടെ, ആ നാവികസേന പാകിസ്ഥാൻ സേനയ്ക്ക് മേൽ ആക്രമണം നടത്തിയിരിക്കുന്നു എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. 3 പാക് നാവിക സൈനികർ കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത്. 3 പേർ മരിച്ചു. അപ്പൊ ഈ പാകിസ്ഥാൻ ഇപ്പോൾ ഓൾറെഡി ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിന്റെ ഇടയിലൂടെ ഈ ഒരു പ്രശ്നം കൂടെ വന്നപ്പോൾ പാകിസ്ഥാൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി എന്നാണ് റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത്. അപ്പൊ എന്താണ് ബലൂചിസ്ഥാൻ ഇത്രയും അങ്ങ് വളരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം? ആരെങ്കിലും ഇവരെ കൃത്യമായി ബാക്ക് ചെയ്യുന്നുണ്ടോ? ഈ ബലൂചിസ്ഥാൻ എന്ന് പറയുമ്പോൾ പലരുടെയും ഒരു തെറ്റായ ധാരണയുണ്ട്. ഇത് പാകിസ്ഥാന്റെ ഒരു മൂലയ്ക്കുള്ള ഒരു പ്രദേശമാണെന്നുള്ളത്. പക്ഷെ അത് വളരെ വിശാലമാണ്. അതിന്റെ ഒരു അറ്റം എവിടെയെന്ന് പറഞ്ഞാൽ ഗദ്ദാർ തുറമുഖമുണ്ട്. നമ്മുടെ ചൈന പണി കഴിപ്പിച്ച ഗദ്ദാർ തുറമുഖം ഈ ബലൂചിസ്ഥാനികളുടെ ശക്തി കേന്ദ്രത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ സമുദ്ര തീരത്താണ് ഇതിന്റെ ഒരറ്റം ചെന്ന് നിൽക്കുന്നത്. അവിടെ ചെറു ബോട്ടുകൾ, ഇത് പുതിയതല്ല, അവർക്ക് നാവികസേന നേരത്തെ മുതൽ ചെറു ബോട്ടുകളിൽ കൂടെ ഒക്കെ അവർ മുമ്പ് ആ ചെറു ബോട്ടുകളിൽ കൂടെയാണ് ഇവർ ആയുധങ്ങൾ കടത്തിയിരുന്നെന്നാണ് പാകിസ്ഥാൻ ആരോപിക്കുന്നത്. ശരിയാണോ അല്ലയോ എന്നൊന്നും അറിയില്ല. അവർ ഈ കള്ളക്കടത്തും മറ്റും അതുവഴി നടത്തിയിരുന്നു. അന്ന് ഇവരെ സഹായിച്ചിരുന്ന ഈ താലിബാൻ കാരായിരുന്നു ഇവരെ സഹായിച്ചിരുന്നതാണ് പറയുന്നത്. താലിബാൻ വഴിയാണ് ഇതൊക്കെ എത്തുന്നതെന്നാണ് പറയുന്നത്. അപ്പം ഈ ഗദ്ദാർ തുറമുഖത്ത് നിന്ന് എന്തുകൊണ്ടാണ് ചൈന പിന്മാറുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് ബലൂചിസ്ഥാന്റെ ശക്തി കേന്ദ്രത്തിലാണ് ഈ സാധനം. അപ്പൊ അത് അവിടെ നിന്ന് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ബലൂചിസ്ഥാന്റെ സഹായം വേണം. അവരെ അടിച്ചൊതുക്കാൻ പാകിസ്ഥാനത്ത് പറഞ്ഞിട്ട് പാകിസ്ഥാൻ ഇന്ന് വരെ അത് ചെയ്തിട്ടില്ല. അപ്പോൾ കടലിൽ കൂടി ഇവരിത് ചെയ്യുമ്പോൾ, അതായത് ഇറാന്റെ ഒരു മെത്തേഡ് തന്നെയാണ്. ചെറു ബോട്ടുകളാണ് ഉപയോഗിക്കുന്നത്. അല്ല വലിയ യുദ്ധക്കപ്പലോ വടക്കപ്പലോ ഒന്നും അവർക്കില്ല. ചെറു ബോട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ചെറിയ ചെറിയ അറ്റാക്കുകളാണ് ഇത് പറയുന്നത്. പക്ഷെ ഇത് ചെറുതായി നമുക്ക് കാണാൻ കഴിയില്ല. ധനുഷ് പറഞ്ഞതുപോലെ ഇത് ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന ഒരു പ്രവിശ്യക്ക് മാത്രം ഇത് നടത്താൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ നടത്താൻ കഴിയില്ല. ഇതിന് വെപ്പൺസ് അതിന് ഒരു രീതിയിലുള്ള കൊടുക്കണം. ഇതിന് വേണ്ടിയിട്ടുള്ള ഫണ്ടിങ്ങും കാര്യങ്ങളും ഒക്കെ വരണം. അപ്പൊ അതിൽ നിന്ന് ഒരു കാര്യം വളരെ വ്യക്തമാണ്, ആരൊക്കെയോ കളിക്കുന്നുണ്ട് ഇവിടെ എന്നുള്ളത് വളരെ വ്യക്തമാണ്. കാരണം നാളെ ഒരു യുദ്ധം നടന്നാൽ ഒരുപക്ഷെ ഈ ഇത്തരം ചെറു ബോട്ടുകൾ വിചാരിച്ചാലും പാകിസ്ഥാൻ ഈ നീർക്കോലി കടിച്ചാലും അത്താഴം മുടങ്ങുമെന്ന് പറയുന്ന ഒരു സംഭവം എന്നുവെച്ചാൽ പാകിസ്ഥാനെ തകർക്കുമെന്ന് പാകിസ്ഥാന്റെ നാവികപ്പട ഇല്ലാതാക്കാനുള്ള കപ്പാസിറ്റി ഒന്നും അതിനുണ്ടായില്ല. പക്ഷെ ഈ മറ്റേ ഇപ്പോൾ ഇറാന്റെ 5000-ഓളം ചാവേർ ബോംബുകൾ ചെയ്യുന്ന പണി എന്താണ്? ഇതിനെ തടസ്സപ്പെടുത്താൻ അവർക്ക് കഴിയും ചെറു ബോട്ടുകൾ വെച്ചിട്ട്. ആ ഒരു മെത്തേഡിലേക്ക് ഇവർ എത്തുന്നു എന്ന് പറയുമ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ച് ഇത് കുറച്ചുകൂടെ അപകടകരമാണ്. കാരണം കടലിലും അവർക്ക് രക്ഷയില്ലാത്ത ഒരു അവസ്ഥ, ഒരു സ്ഥിതി വരികയാണ്. പ്രത്യേകിച്ച് ഏറ്റവും ദുർബലമായ ഒരു നാവിക പടയുള്ള രാജ്യമാണ് പാകിസ്ഥാൻ. അവർക്ക് ശരിക്കും പറഞ്ഞാൽ വർക്കിംഗ് കണ്ടീഷനുള്ള 2 കപ്പലുകൾ മാത്രമേ ഉള്ളൂ. 8 എണ്ണം അവരുടെ ലിസ്റ്റിലുണ്ടെങ്കിൽ പോലും 6 എണ്ണം കട്ടപ്പുറത്താണ്. അത് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് വിശദമായി തന്നെ അതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നതാണ്. 12 കപ്പലിന് അവർ ചൈനയ്ക്ക് ഓർഡർ കൊടുത്തിട്ടും കപ്പലൊന്നും കിട്ടിയില്ല. മുൻപ് ചൈന കൊടുത്ത കപ്പലുകൾ പലതും വെള്ളത്തിലിട്ടപ്പോഴേ താഴ്ന്നുപോയി. ആ വാർത്തയും മുമ്പ് നമ്മൾ ചെയ്തിരുന്നതാണ്. അങ്ങനെ അപ്പൊ അവർക്ക് ശക്തമല്ല ഒന്നും. രണ്ടാമത്തെ കാര്യം, അവരുടെ നാവികർക്കൊന്നും അവർ ശമ്പളം കൊടുക്കാതിട്ട് പകുതിയിലേറെ പേര് പണിയിട്ടിട്ട് പോയി കളഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. ഇതൊക്കെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് ലോകം മുഴുവൻ ചർച്ച ചെയ്തതാണ് ഇവിടെ നാവികസേനയെ കുറിച്ച്. അപ്പൊ അവർക്ക് കുറച്ചുകൂടെ തലവേദന വരുത്തി വെക്കുന്ന ഒരു രീതിയിലേക്കാണ് ഈ ബലൂചിസ്ഥാനിലുള്ള ഇത്തരം ബലൂചിസ്ഥാൻ പറയുന്ന പോലെ അവരുടെ നാവികസേനയുടെ ഈ പരിപാടികളൊക്കെ നടക്കുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇവരെ ബാക്ക് ചെയ്യാൻ ഏറെ സാധ്യതയുള്ള ഒരു രാജ്യം അഫ്ഗാനിസ്ഥാൻ തന്നെയാകണം. കാരണം അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ച് ഇവരെ വെച്ചിട്ട് ശരിക്കും മുമ്പോട്ട് മൂവ് ചെയ്യിക്കാൻ കഴിയും. ഇനി അഫ്ഗാനിസ്ഥാനെ വെച്ചിട്ട് ഇതാരാ കളിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പിന്നിലും ആളുണ്ടാകും എന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ. കാരണം അഫ്ഗാൻ വഴിയാണ് ഇവരുടെ എല്ലാ ഓപ്പറേഷൻസും നടക്കുന്നത്. ബലൂചിസ്ഥാനിന്റെ എല്ലാ ഓപ്പറേഷൻസും അഫ്ഗാൻ വഴിയാണ് നടക്കുന്നത്. അഫ്ഗാനിൽ വെച്ചാണ് ഇവർക്ക് ട്രെയിനിങ് കൊടുക്കുക. ഇതൊക്കെ നമ്മൾ പറയുന്നതല്ല, പാകിസ്ഥാൻ പറയുന്നതാണ്. ശരിയാണ്. കാരണം ഇന്ത്യ വെച്ച് ട്രെയിനിങ് കൊടുക്കാൻ പറ്റത്തില്ല. ബലൂചിസ്ഥാന്റെ ഒരു അതിർത്തി ഇന്ത്യയാണ്. ഇന്ത്യ വെച്ച് ഇവർക്ക് ട്രെയിനിങ് കൊടുത്ത് വിടുന്നതായിട്ട് എങ്ങും പറഞ്ഞിട്ടുമില്ല, എങ്ങും കണ്ടിട്ടുമില്ല അഫ്ഗാനിസ്ഥാനെ വെച്ചാൽ. അപ്പൊ അവരുടെ സഹായത്താലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലൊരു നീക്കം അവിടെ നടന്നിരിക്കാം. പിന്നെ ഇത്തരം ചെറു ബോട്ടുകൾ ഉപയോഗിക്കുന്ന ലോകത്തെ ഒരു രാജ്യം പ്രധാനമായി ഇറാനാണ്. ഇത്തരം ചെറു ബോട്ടുകളിൽ മിന്നൽ വേഗത്തിൽ നിന്ന് ആക്രമിച്ചിട്ട് പോകുന്നത്. പിന്നുള്ളത് ഹൂത്തികളാണ്. ഈ ഒരു മെത്തേഡ് പരിശോധിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്തുനിന്ന് വന്ന ബോട്ടുകളോ ഇത് ആയിരിക്കും. കാരണം ഇന്ത്യൻ സേന ചെറു ബോട്ടുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇതുകൊണ്ടൊക്കെയുള്ള ബോട്ടുകളോ കാര്യങ്ങളോ നമ്മൾ ഉപയോഗിക്കുന്നില്ല. കാരണം ഇത് അതുപോലത്തെ ഒരു സെറ്റപ്പിലുള്ള സാധനവും അല്ല. പക്ഷെ ഇത് പാകിസ്ഥാനെ സംബന്ധിച്ച് അവർക്ക് തലവേദന കൂട്ടുകയുള്ളൂ. കാരണം കരയിൽ തന്നെ അവർക്ക് ആഭ്യന്തര കലാപത്തിന്റെ ഒരു അരങ്ങൊരുങ്ങിക്കൊണ്ടിരിക്കുന്നു. വലിയ സംഘർഷാവസ്ഥയിൽ നിൽക്കുന്നു. അതിനിടയിൽ കടലിൽ കൂടെ അവർക്ക്, കാരണം ഇത് ഇപ്പോൾ അതിന്റെ ഒരു ഭവിഷ്യത്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭാവിയിൽ ഒരു യുദ്ധം ഇന്ത്യയായിട്ടോ വല്ലതും ഉണ്ടായി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ബലൂചിസ്ഥാന്റെ ഈ ബോട്ടുകൾ വരുത്തി വെക്കുന്ന ഡാമേജ് ചെറുതല്ല.
അവരുണ്ടാക്കി വെക്കുന്ന നാശനഷ്ടം ചെറുതല്ല. അത്തരം ബോട്ടിൽ നിന്ന് കരയിലേക്ക് തൊടുത്തുവിടുന്ന ആയുധങ്ങളും ചെറുതാകില്ല. ഇതാണ് ഇവരെ കുഴക്കുന്ന ഒരു കാര്യം. ഇത് ഒരുപക്ഷെ ഇപ്പോൾ നിലവിൽ അത് അഫ്ഗാനിസ്ഥാൻ കൺട്രോൾ ചെയ്യുന്നതായിരിക്കാം. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് നാളെ ഇവരെ കൊണ്ട് യൂസ് ചെയ്യിക്കത്തില്ല എന്ന് ഉറപ്പ് പറയാനും കഴിയില്ല. ഇങ്ങനെ നിൽക്കുന്ന ഒരു കാര്യം. അതിന് ബലൂചിസ്ഥാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞതാണ് വളരെ രസകരമായ കാര്യം. അവർ പറയുന്നത് ഞങ്ങൾ സ്വതന്ത്രമായ ഒരു പ്രവിശ്യയാണ്, ഒരു രാജ്യമാണ്. അപ്പൊ ഞങ്ങൾക്ക് നാവികസേനയുണ്ട്, മറ്റു കാര്യങ്ങളുണ്ട്. ഇനിയിപ്പോ എയർഫോഴ്സോടൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ അതിനൊക്കെ പൂർണ്ണമായി. കാരണം അവർ അതേ രീതിയിലാണ്. ഇന്ത്യക്ക് കുറച്ചാൾ മുമ്പ് നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന് ബലൂചിസ്ഥാൻ അവരുടെ ഒഫീഷ്യൽ ലെറ്റർ ആണ് നൽകിയത് ന്യൂദില്ലിക്ക് അയച്ചത്. ഞങ്ങളെ ഹെൽപ്പ് ചെയ്യണം, ഞങ്ങൾ സാമ്പത്തികമായിട്ട് വലിയ പരാധീനതയിലാണെന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഒഫീഷ്യൽ കത്ത് തന്നിട്ട് അവരുടെ രാജ്യത്തെ ബലൂചിസ്ഥാൻ എന്ന് തന്നെയാണ് വിശേഷിപ്പിക്കുന്നത്. UK അവർ പറയുന്നത് ഞങ്ങളെ പാകിസ്ഥാനികൾ എന്ന് വിളിക്കരുത്, ബലൂചിസ്ഥാൻ എന്ന് തന്നെ വിളിക്കണം എന്നാണ് അവർ പറയുന്നത്. അപ്പൊ അവരുടെ പേരിനോടൊപ്പം തന്നെ ബലൂജി എന്ന് കൂടി ചേർക്കാറുണ്ട്. അവരുടെ ലീഡർമാരുടെ പേര് നോക്കുമ്പോൾ നമ്മൾ ബലൂജികൾ എന്ന് കാണാൻ പറ്റും. അപ്പോൾ അവരങ്ങനെ ചേർത്തുകൊണ്ട് മുമ്പോട്ട് പോകുന്നവരാണ്. അപ്പോൾ ഈ നാവികസേന പാകിസ്ഥാനെ സംബന്ധിച്ച് എന്താണ് പറയുന്നത്, കൂനിന്മേൽ കുരുവായി മാറിയിരിക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ ഇതൊരു വലിയ വാർത്ത തന്നെയാണ്. കാരണം ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്ന ഒരു പ്രവിശ്യ, ആ പ്രവിശ്യയിലെ വിഭാഗം, നമ്മളിത് ഈ ദക്ഷിണാഫ്രിക്കയിലുള്ളതും അവിടെയൊക്കെ പോരാട്ട ഗ്രൂപ്പുകൾക്കിടയിൽ ചെറിയ ബോട്ടുകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതാണ് ഹൂത്തികൾ ഈ ചെറിയ ബോട്ടുകൾ ഉപയോഗിച്ച് നടത്തുന്ന അറ്റാക്കുകളെ കുറിച്ച് ശ്രമിച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ നമുക്ക് കേൾക്കാൻ കഴിയുന്നത് നമ്മുടെ തൊട്ടടുത്ത രാജ്യമായ പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന ആ പ്രവിശ്യയിൽ പോരാടുന്ന ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി സ്വന്തമായിട്ട് ബോട്ടുകൾ ഇറക്കിക്കൊണ്ട് പാകിസ്ഥാൻ നാവികസേനയ്ക്ക് വെല്ലുവിളി ഉയർത്തുന്നു എന്നുള്ളത് ചെറിയ വാർത്തയല്ല, വലിയ വാർത്ത തന്നെയാണ്. ഒരുപക്ഷെ അഫ്ഗാനിസ്ഥാന് സാധിക്കാത്തത് ബലൂചിസ്ഥാൻ സാധിച്ചു എന്ന് പറയുന്നതും വലിയ വാർത്ത തന്നെയാണ്. അത് പാകിസ്ഥാനെ സംബന്ധിച്ച് അവർക്കൊരു വലിയ വെല്ലുവിളി തന്നെയാണ്. ഇവിടെ ഈ ഒരു വിഷയം മുൻനിർത്തിക്കൊണ്ടാണ് ചൈന കഴിഞ്ഞ കുറെ കാലമായി പാകിസ്ഥാനിൽ പ്രഷർ ചെലുത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഗദർ തുറമുഖത്തിന്റെ കാര്യത്തിൽ നിങ്ങളൊരു തീരുമാനം എടുക്കണം, ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ആ പൈസ തിരിച്ചു തരാം, ഞങ്ങളൊരു വലിയ എമൗണ്ട് ആണ് അവിടെ മുടക്കിയിരിക്കുന്നത്. അവിടെ കപ്പലുകളൊന്നും തന്നെ അടുക്കാത്തൊരു സാഹചര്യം. കാരണം അത് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ അണ്ടറിലേക്ക് നിൽക്കുന്ന ഒരു സ്ഥലമായി അത് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അവിടെയാണ് അവർ ഇങ്ങനെ കൂടെ തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇത് സമാനമായ രീതിയിൽ ഈ ഹൂത്തികളുടെ ആ ഒരു അറ്റാക്കിംഗ് രീതിയിൽ ഹൂത്തികൾ ഈ ചെങ്കടൽ എങ്ങനെയാണോ കൈകാര്യം ചെയ്തത് അതുപോലെ വരും. കാരണം ഇനി മുതല് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അങ്ങനെ ചെയ്യുമെന്നല്ല ഞാൻ പറഞ്ഞത്. ഭാവിയിൽ ഇവർ അങ്ങനെ ചെയ്താൽ ഇനി ഇതുവഴി കടന്നു പോകുന്ന ഷിപ്പുകൾക്കും അത് പ്രശ്നം ചെയ്യും. ഇനി ഇവർക്ക് ഇഷ്ടമല്ലാത്ത ഷിപ്പുകൾ പോകുമ്പോൾ ആ ഷിപ്പുകളെ കൊള്ളയടിക്കാനോ അല്ലെങ്കിൽ ഷിപ്പുകളെ ആക്രമിക്കാനോ ഒരുപക്ഷെ ഇവർ ഒരുമ്പെട്ടേക്കാം. ഇനി ഇവർ ഒരുമ്പെട്ടില്ലെങ്കിലും ഈ പൈസ ഇല്ലാതെ നട്ടം തിരിയുന്ന പാകിസ്ഥാൻ ഇവരുടെ മറവിൽ അത് ചെയ്തേക്കാം. ഏതായാലും ആ കടൽപ്പാത കൂടി കുളമാകുന്നു എന്നൊരു കാഴ്ചയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇത് ഭാവിയിൽ അപകടം ചെയ്യും. ഇത് വളരെ അപകടകരമായ, കാരണം ഒരു കപ്പൽ റൂട്ടാണ് ഇത്. പാകിസ്ഥാനെ മാത്രമല്ല ഭയപ്പെടുത്തുന്നത്, ചൈനയും വലിയ രീതിയിൽ ഇത് ഭയപ്പെടുത്തുന്നുണ്ട്. കാരണം ചൈനയ്ക്ക് തലവേദന കൂടുകയാണ്. അവരെങ്ങനെയെങ്കിലുമൊക്കെ ഈ പോർട്ട് ഒന്ന് ഓപ്പൺ ചെയ്യാമെന്ന് കരുതുമ്പോഴാണ് അടുത്ത ഒരു ഭവിഷ്യത്ത് വരുന്നത്. ഇത് നാളെ ചൈനയുടെ ഈ കപ്പലുകളും കടന്നു പോകുന്ന ഒരു കപ്പൽപാതയുടെ ഭാഗത്താണിത്. അപ്പം നാളെ അവർക്കും അതൊരു തലവേദനയായിട്ട് മാറാം. നമുക്കറിയാം ഈ ഹൂത്തികൾ നടത്തുന്ന ഇതുകൊണ്ട് എത്രയോ ഷിപ്പുകൾ ഇപ്പൊ റൂട്ട് മാറി പോയിരിക്കുന്നു ചെങ്കടൽ. കാരണം ആരും റിസ്ക് എടുക്കാൻ തയ്യാറായില്ല. ഒരു കപ്പൽ കമ്പനി എന്നാ വാ ഇവരുമായിട്ട് ഏറ്റുമുട്ടി ഇവരെ തീർത്തിട്ട് നമുക്ക് കപ്പലും കൊണ്ട് പോകാം എന്നാരും കരുതത്തില്ല. ഒരു ഷിപ്പിംഗ് കമ്പനി അങ്ങനെ കരുതത്തില്ല. റൂട്ടുകൾ മാറിപ്പോകാനുള്ള സാധ്യതകളുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് എല്ലാവർക്കും ബാധകമായിട്ടുള്ള, ഇല്ലെങ്കിൽ എല്ലാവർക്കും ബാധിക്കാവുന്ന ഒരു വിഷയമാണ്, ഇപ്പോഴല്ലെങ്കിൽ ഭാവിയിലായാലും.